സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ കോമ്പറ്റീഷൻ ഫീൽഡാണ്. അവിടെ നമുക്ക് സർവൈവ് ചെയ്യാൻ ചെറിയ പരിപാടിയില്ല. ഞാൻ ദുബായ് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് സിനിമയുടെ പാഷൻ തലയ്ക്ക് പിടിച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ അന്ന് നടന്നത്. പക്ഷേ ദുബായ് വന്ന് നിൽക്കുമ്പോഴും ഓരോ ദിവസം കഴിയുമ്പോഴും എൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണം, അല്ലെങ്കിൽ സിനിമയാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ നാട്ടിൽ പോയി. ഞാൻ നാട്ടിൽ IT ഇൻഫോ പാർക്കിൽ ജോലിക്കായിരുന്നു. അപ്പോഴും എൻ്റെ ആഗ്രഹം സിനിമയാണ്. എനിക്ക് ജോലിയും സിനിമയും ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല. അവിടെയാണ് അവസാനം ഞാൻ ഒരു തീരുമാനം എടുക്കുകയാണ്. എൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ് എനിക്ക് സിനിമ ചെയ്യണം. അപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ഈ ജോലിയും സിനിമയും എനിക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എനിക്ക് സിനിമ ഫോക്കസ് ചെയ്യണം, നീ റിസൈൻ ചെയ്തോളാന്ന് പറഞ്ഞു. അന്ന് അച്ഛനത് പറയെങ്കിലും അന്ന് എനിക്കറിയാം മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് വേറെ ഇൻകം ഇല്ല. ഓക്കെ, അച്ഛനൊരു വരുമാനമുണ്ട്. അപ്പോൾ അച്ഛൻ്റെ വരുമാനത്തിൽ വേണം ഞാനും അമ്മയും എൻ്റെ ഭാര്യയും മകളും അടക്കം ജീവിക്കേണ്ടത്. പക്ഷേ ആ റിസ്ക് അന്ന് അച്ഛൻ എൻ്റെ അടുത്ത് എടുത്തോളാൻ വരുമ്പോൾ ഞാൻ ആ റിസ്ക് എടുത്തുകൊണ്ടാണ് 10 വർഷം ഞാൻ സിനിമയ്ക്ക് കുറേ നടന്നിട്ട് 11ാം വർഷം ഞാൻ ഫസ്റ്റ് തമിഴ് പടം ചെയ്യുന്നു. മലയാളത്തിൽ ഞാൻ പപ്പേട്ടൻ ഇപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ 10ാം വളവ്. ഇതെൻ്റെ 10ാം വർഷം. 2013 ഞാൻ 12 ഞാൻ റിസൈൻ ചെയ്യുന്നു. 2022 എൻ്റെ ആദ്യ സിനിമ റിലീസാവുന്നത്. അപ്പോൾ ആ ഒരു എഫേർട്ട് ഞാൻ എടുത്തതും ആ ധൈര്യം കാണിച്ചുകൊണ്ടാണ് സിനിമ വന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇത് ഒരാൾ വന്നു, അയാൾ 2 പടം കഴിഞ്ഞ് പോകുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അയാളുടെ സമയത്തിൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ അയാളുടെ അടുത്ത് എഫേർട്ട് മോശമായിട്ടും ആയിരിക്കില്ല. ഇതൊക്കെ ഒന്ന് ഒത്തു വരണം, അതാണ് സംഭവം.